മക്കൾക്ക് എപ്പോഴാണ് വയ്യാതെ വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അങ്ങനെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതിന് തീരെ വയ്യായിരുന്നു, നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മരുന്നൊക്കെ കൊടുത്തു നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. രാത്രി ആയപ്പോഴേക്ക് പനി കൂടി. അവൻ നല്ല വാശിയായിരുന്നു, അതുപോലെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോവാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു മരുന്ന് കൊടുത്തപ്പോൾ സെറ്റ് ആവുമെന്ന്, പക്ഷേ അവൻ നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. പനി കുറച്ചുകൂടി കൂടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളിതേ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ അങ്ങനെ ഫുള്ള് ചെക്ക് ചെയ്തു. പനി നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഡോക്ടറെ കാണാൻ വേണ്ടി നിന്ന് ഡോക്ടറെ കാണിച്ചു. അതിനുശേഷം നമ്മളിതേ മരുന്നൊക്കെ വാങ്ങി അവനൊരു ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ ആൾ ഓക്കെ ആയിട്ടോ. പൊതുവേ ഈ ഒരു യാത്രാപ്രിയനായതുകൊണ്ട് പുറത്ത് അവന് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞാൻ എന്താ മെഡിസിൻ വാങ്ങുന്നവരെ പപ്പയും മോനും പുറത്ത് ഇങ്ങനെ ഇരുന്നു. പുറത്ത് ചെറിയ രീതിയിലാട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവന് തണുപ്പൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ചൂടാനായിട്ട് അവന് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ തണുപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞങ്ങളിതേ കാറ് കയറിയപ്പോഴേക്ക് നല്ല പെരും മഴ പെയ്ത് ഗൈസ്. അങ്ങനെ ഞങ്ങളിതേ കാറിൽ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. കാരണം നല്ല മഴ പെയ്യുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ കാറിൽ കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഫുഡ് കഴിക്കാമെന്ന്. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയ രീതിയിലാട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളിത് ഈ കല്ലേരിയിലുള്ള ഫ്രൈഡ് ചിക്കൻ കഴിക്കാനായിട്ടോ പോയത്. ഇവിടെ ചിക്കൻ ഡോ എന്നുള്ള ഷോപ്പ് ഉണ്ട് കേട്ടോ. ഇത് കുറച്ചായിട്ടേ ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആവുന്ന സമയത്ത് ബ്രോഷറൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നേരെ ഷോപ്പിലെത്തി. നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഓർഡറൊക്കെ ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതും ഒരു ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ തന്നെ ആളൊക്കെ ആയിട്ടോ. പിന്നെ പൊതുവേ അവന് മഴ ഇഷ്ടമായതുകൊണ്ട് അവൻ ഇങ്ങനെ പുറത്തേക്ക് നല്ല ഉഷാറോടുകൂടി തന്നെ ഇരുന്നിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഓർഡർ ചെയ്ത ഐറ്റംസൊക്കെ എത്തി. അപ്പോൾ ഇത് എല്ലാതും എത്തി. അതും ഏതാ എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. കാരണം ഫുള്ള് ഓനും കഴിക്കുന്നുള്ളൊരു മൈൻഡാട്ടോ. പക്ഷെ ഞങ്ങൾ കൊടുക്കില്ല, ജസ്റ്റ് അവനിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ എത്തി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. കാരണം രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നാൽ ശരിയാവില്ല. കാരണം അത് ഫുൾ അങ്ങ് ഇതാക്കിക്കിടും. അപ്പോൾ ഞങ്ങൾ വെച്ചു ഏട്ടൻ കഴിച്ചതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന്. ഗെയ്സ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല പെരുമഴയായിരുന്നു കേട്ടോ പുറത്ത്. അങ്ങനെ ഞങ്ങളിതേ കാറിൽ കയറി നേരെ വീട്ടിലെത്തിയതേ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 2 മണി 3 മണിയായപ്പോൾ അതും ഇതേ വീണ്ടും കരയുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങളിതേ അവനെ എടുത്തുകൊണ്ട് ഓടിട്ടോ. ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ 2:15 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീണ്ടും ഗേറ്റ് തുറന്ന് ഞങ്ങളിതേ വീണ്ടും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറുതായിട്ട് മൂക്കടപ്പുണ്ട്, അതിൻ്റെ പ്രശ്നമാണെന്ന്. അങ്ങനെ ഞങ്ങൾ ആ മരുന്നൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്നത്. കാരണം അവൻ ഡ്രസ്സെല്ലാം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഡ്രസ്സൊക്കെ വേഗം ഇടിച്ചിട്ടാണ് അവനെ ഡോക്ടറെ കാണിച്ചിട്ടോ. അങ്ങനെ കാണിച്ച് ഡോക്ടർ പറഞ്ഞു മൂക്കടപ്പിൻ്റെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ മരുന്നൊക്കെ കൊടുത്ത് ഞങ്ങളിതേ വീണ്ടും പുറത്തിറങ്ങി. ഇനി എന്തായാലും പോയി കിടക്കുക കേട്ടോ. കാരണം അത്രയ്ക്ക് ഞങ്ങൾക്ക് ക്ഷീണമുണ്ട്. കാരണം 2 പ്രാവശ്യമല്ലേ ഡ്രൈവ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. നമുക്ക് വീണ്ടും കാണാം. ബായ്.